മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് സ്നേഹ ശ്രീകുമാർ. താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. ഇപ്പോഴത്തെ മോഹൻലാൽ ഭീമനായി അഭിനയിച്ച ഛായാമുഖി എന്ന നാടകത്തിൽ ഹിഡിംബിയായി അഭിനയിച്ചതിനെ കുറിച്ചും അന്ന് നാടക കളിക്കാനായി പോകുമ്പോൾ സംഭവിച്ച ബസ് അപകടത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് സ്നേഹ. മോഹൻലാൽ സാറിന്റെയും മുകേഷ് ഏട്ടന്റെയും ഒപ്പം ഛായാമുഖി എന്ന നാടകത്തിലാണ് അഭിനയിച്ചത്. യാദൃശ്ചികമായിട്ടാണ് ഈ നാടകത്തിലേക്ക് വിളി വരുന്നത്. വന്ന ദിവസങ്ങളിൽ ഒന്നും ലാലേട്ടനെയോ മറ്റാരെയും കണ്ടിരുന്നില്ല. എന്നാൽ പിന്നീട് ഷോ നടക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ഫാൻ മൊമെന്റ് തിരിച്ചറിഞ്ഞത്. ഞാൻ ഭീമന്റെ കവിളിൽ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കവിളിൽ പിടിച്ചു ഞാൻ നോക്കിയപ്പോൾ ഇതല്ലേ ചിത്രത്തിലെ മോഹൻലാൽ എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഫാൻ മൊമെന്റ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ മോഹൻലാലിന്റെ കവിളത്താണോ ഞാൻ പിടിച്ചിരിക്കുന്നത് എന്നെല്ലാമാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. അന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചു. ടൈമിംഗ്, സെറ്റിൽ എങ്ങനെ പെരുമാറണം, കൃത്യസമയത്ത് വരിക എന്നതെല്ലാം ലാലേട്ടനിൽ നിന്ന് കണ്ടുപിടിച്ചു. ഓർമ്മശക്തിയിൽ അദ്ദേഹത്തെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. അതേസമയം കഥകളിയെ പറ്റിയാണ് എന്നോട് കൂടുതൽ ലാൽ സാർ സംസാരിച്ചിരുന്നത്. അദ്ദേഹം വാനപ്രസ്ഥം ചെയ്യുമ്പോഴുണ്ടായ അനുഭവങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. കഥകളി ഒരിക്കലും വിട്ടുകളയരുത് എന്നായിരുന്നു ലാൽ സാർ പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതേ ഛായാമുഖിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്ക് നട്ടലിന് പ്രശ്നം വന്നു. സർജറി വേണ്ടി വന്നു. അന്നത് മോഹൻലാൽ സാറിന്റെ ട്രൂപ്പ് അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കഥകളിക്കാരി ഉണ്ടാകുമായിരുന്നില്ല. സർജറിയിലേക്ക് പോയാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് അദ്ദേഹമാണ് ഡോക്ടറോട് പറഞ്ഞത് ആയുർവേദം ട്രൈ ചെയ്യാൻ തീരുമാനമെടുത്തതും. ഭാഗ്യം കൊണ്ട് ഞാൻ നടന്നു. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലാൽ സാർ. കൂടാതെ അന്ന് ഞാൻ സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇടവേള ബാബുചേട്ടൻ കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ. ഞാൻ അമ്മയിലെ മെമ്പർ പോലുമല്ല. എന്നിരുന്നാലും എന്താവശ്യമുണ്ടെങ്കിലും എനിക്ക് ബാബുചേട്ടനെ വിളിക്കാമെന്നും സ്നേഹ ശ്രീകുമാർ പറഞ്ഞു.